അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുര വെക്കാനുള്ള സ്ഥലങ്ങൾ
എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ നയിക്കുക. ആമേൻ. ഈ സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല. അന്നു വേണ്ട ആഹാരവും അതിൻ്റെ അകത്തുണ്ട്, എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട്. എവറിത്തിങ് ഇസ് ദെയർ. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ, അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും നായ്ക്ക് 100 വട്ടം അവൾ പോയി ഈശോ അവളെ കൊണ്ടുവരണേ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണേ, അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല. നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണം. ഇന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് 3 കൊല്ലമായതും പറഞ്ഞ് ചേർത്ത് വന്നായിരുന്നു. അപ്പോൾ ഇവർ ഈ 3 കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മകൻ കർത്താവായി മാറും. എന്താ കാര്യം? നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു, നമ്മുടെ അത്യാവശ്യമായ ഒരു വിഷയമാണ്. നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ദൈവമായി മാറും. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടുക. യാചന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചെന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. കർത്താവിനെ ഇന്നൊരു അമ്മച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ 2 ഉച്ച തൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ സ്വരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ കറങ്ങിയത് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ എന്താ അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ്. ആ പോലീസ് വേറെ ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു. പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്തെന്ന് അപ്പം അമ്മയുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് സങ്കടം അമ്മയുടെ. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ തന്നെ അവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഇവരിതും പറഞ്ഞുകൊണ്ട് തന്നെ നിലവിളിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്നോട് പറയും, പിന്നെ അച്ഛനറിയാൻ പാടില്ല, അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയ അമ്മമാരുടെ അവസ്ഥ അച്ഛനെ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇത്തരം അമ്മമാരെ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷെ വേറെ തരം അമ്മമാരുണ്ട്. ചാർലി കിർക്കിനെ വെടിവെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ കർത്താവിനെ പ്രഘോഷിച്ചു, അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി. മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത്. അപ്പോഴാണ് സസ്പെൻഷനാണെന്നും പറഞ്ഞ് ലോകം മുഴുവൻ മോങ്ങിക്കൊണ്ട് നടക്കണവരെ എന്ത് വില ഉണ്ടാവും? നമുക്കൊരു ക്രൈസിസ് വരുന്ന സമയത്താണ് ദൈവത്തിന് നമ്മൾ പിടി കൊടുക്കേണ്ടത്. കർത്താവേ ഇതാണ് ഞാൻ എന്ന് പറയണത്. ബൈബിളിൽ ഏറ്റവും നല്ലൊരു എന്താണ് ഒരു വിളിയാണ്. എന്താണ്? ഇപ്പോൾ സാമുവൽ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ്. എന്താണ്? കർത്താവേ ഇതാണ് ഞാൻ. ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹം പുതിയെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോഴേ അപ്പായെടുത്ത് അമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട്. എന്താണ്? അപ്പ ഇതാണ് ഞാൻ, ഇതാണ് നിൻ്റെ മകൾ മറിയാം, ഇതാണ് ഞാൻ. അതൊരു പുതിയ സ്നേഹമാണ്.
അപ്പയ്ക്ക് മനസ്സിലാകും എന്തെല്ലാം ഭാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഫോർ വാട്ട് വി ഹാവ് കോൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ. 3:22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ്. ഇല്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ
കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ.
രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ
ആവേ ആവേ ആവേ മരിയ. മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും
സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശംസിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. 3-ാം സങ്കീർത്തനം 4-ാം വാക്യം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മൂന്നാമതും ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സിലു ബിജു. ഇതെൻ്റെ മകൻ അലൻ ബിജു. ഞങ്ങൾ ഇൻഫാൻറ്റ് ജീസസ് ചർച്ച് കല്ലേറ്റുങ്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ 26-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ 2 സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതി ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞ് ഞാൻ അയർലൻഡിലേക്ക് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വെക്കേഷന് വന്നത്. ഞാൻ അയർലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഡ്രൈവിംഗ് ഒന്നും വലിയ വശം ഉണ്ടായിരുന്നില്ല. ആ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞതാണ്. അതിനെ തുടർന്ന് ഞാൻ അയർലൻഡിലേക്ക് 6-ാം തീയതി ചെല്ലുന്നു. 7-ാം തീയതി തന്നെ ഞങ്ങൾക്ക് വണ്ടി തന്നു. ഞങ്ങൾ ഹോം കെയർ ആയിരുന്നു ഞങ്ങളുടെ ജോലി. അപ്പോൾ വണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റെൻ്റേ കാർ തന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സ്വയം ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി കൊണ്ട് ഓരോ ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായി വന്നു. ആദ്യത്തെ ദിവസം തന്നെ തന്നപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ലഗേജ് പാക്ക് ചെയ്യുന്ന നിമിഷം മുതൽ മാതാവിൻ്റെ ഉപ്പും തൈലവും എൻ്റെ കയ്യിലെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ഫ്ലൈറ്റ് തുടങ്ങി, പിന്നെ എൻ്റെ ലഗേജ് തുടങ്ങി, ഫ്ലൈറ്റ് തുടങ്ങി, എല്ലായിടത്തും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ അകത്തും പുറത്തും മാതാവിൻ്റെ ഉപ്പിട്ട് തൈലം കൊണ്ട് കുരിശ് വരച്ചൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഞാനൊരു സെക്കൻഡ് ഗിയറിൽ വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. അതും വളരെ കുറച്ച് നാൾ, ഞാനൊരു 2 ആഴ്ച എങ്ങാനാണ് നാട്ടിൽ വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചിട്ടുണ്ടാവുള്ളൂ, തനിച്ചൊക്കെ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. അത് പള്ളിയിൽ പോകാൻ ഒരു 5-6 കിലോമീറ്ററൊക്കെ. അവിടുന്ന് ഞാൻ അവിടെ അയർലൻഡിൽ ചെന്ന് ലാൻഡ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ കാറ് തന്നിട്ട് തന്നെത്താനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് ഓട്ടോമാറ്റിക് കാറ്. നല്ല അയർലൻഡിലെ സ്പീഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 50 കിലോമീറ്റേഴ്സാണ്. പിന്നെ മോട്ടോർ വേയിലൊക്കെ 120 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ മോട്ടോർ വേ വഴി തന്നെയൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഇങ്ങനെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കാറ് തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കാറിലേക്ക് കയറുമ്പോൾ ഞാൻ പറയും, അമ്മേ നിൻ്റെ മടിയിൽ എന്നെ ഇരുത്തണം, പിന്നെ ഈശോ എൻ്റെ മടിയിലിരിക്കണം. സ്റ്റിയറിങ്ങും ബ്രേക്കും എൻ്റെ ആക്സിലറേറ്ററും ഈശോ കൺട്രോൾ ചെയ്തോളണം. കാരണം എനിക്കൊന്നും അറിയില്ല, വഴികളറിയില്ല, സ്പീഡ് ലിമിറ്റ് അറിയില്ല, ഇവിടുത്തെ റൂൾസ് അറിയില്ല. അപ്പം നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യുക. ഞാൻ ഒന്നെങ്കിൽ വിശുദ്ധ കുർബാന കൂടുക, ഇല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കുക. ഞാൻ എൻ്റെ മൊബൈൽ ഇതിൽ നമ്മുടെ സെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവ് ഈശോയും വണ്ടി ഓടിക്കും. ഇന്ന് വരെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് ഞാനിപ്പോൾ 5 മാസം കഴിഞ്ഞു ഞാൻ ലീവിന് വരുമ്പോൾ.
എനിക്ക് വണ്ടി ഓടിക്കാനും എൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് അവർ നമുക്ക് 40 hours പെർ വീക്കാണ് പറയുന്നതെങ്കിലും സംടൈംസ് 55-60 hours വരെ ചില വീക്സിൽ ഞങ്ങൾ ചെയ്ത ആഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അമ്മ മാതാവ് അമ്മയുടെ ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് എന്നെ സഹായിച്ചു. അമ്മയുടെ സാന്നിധ്യം, ഞാൻ ഓരോ ദിവസവും കുരിശ് വരച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇവിടെ നിന്ന് അമ്മ എൻ്റെ കൂടെ അയർലൻഡിലുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ എനിക്ക് ഓരോ സാഹചര്യത്തിലും മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടൊക്കെ പല പ്രാവശ്യം അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് അവിടെ ഈ 3 മാസത്തിന് ആകുന്നതിന് മുൻപ് തന്നെ അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അയർലൻഡിൽ പോയേക്കണവർക്കൊക്കെ അറിയായിരിക്കും, വളരെ ടഫാണ്. നമുക്ക് എന്താ പറയുക, വർഷങ്ങളെടുത്ത് പഠിച്ചാൽ പോലും അയർലൻഡിലെ ടെസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. എനിക്ക് 3 മാസം കഴിയുന്നതിന് മുൻപ് എനിക്ക് ലേണേഴ്സ് കിട്ടി. ഞാനപ്പോൾ ലേണേഴ്സിന് എക്സാമിന് പോകുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഈ നമുക്ക് സിൽവർ ഗ്രേ കളറിലെ ഡ്രസ്സ് ഇട്ട ഒരു ലേഡി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ അവരോട് നേരിട്ട്, അവിടെ നമുക്ക് അകത്തേക്ക് ഒന്നും കയറ്റാൻ പറ്റില്ല, നമ്മളുടെ ഫുള്ള് ചെക്കപ്പ്, ബോഡി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ ക്ലിപ്പ് വരെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഞാൻ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഇത് ഹേൽ മേരിയുടെ ഒരു ചെറിയ റോസറിയാണ്, എൻ്റെ ഫുൾ സ്ട്രെങ്ത്ത് എൻ്റെ മാതാവാണ്, സോ ഞാൻ ഇതൊന്ന് അകത്തേക്ക് കൊണ്ടുപോക്കോട്ടെ എന്ന് അവരോട് നേരിട്ട് ചോദിച്ചു. അവരെന്നെ വന്ന് ഹഗ് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു, നീ വളരെ സ്വീറ്റാണ്, കാരണം ഹേൽ മേരിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നീ അവളുടെ. അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ ഇത് കണ്ടപ്പോഴേ അവരെന്നോട് ചോദിച്ചിരുന്നു, നീ മാതാവിനോട് ഭക്തിയാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാനൊരു മരിയൻ മിഷണറി ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി, അവരെന്നെ അത് അകത്തേക്ക് കയറ്റാൻ സമ്മതിച്ചു. ഞാൻ കമ്പ്യൂട്ടറിലും മൗസിലെല്ലാം കുരിശിട്ട് പ്രാർത്ഥിച്ച് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. അങ്ങനെ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. എനിക്ക് ലേണേഴ്സ് കിട്ടി. ഇനി അതിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഞങ്ങൾ പോയത് ഇൻ്റർനാഷണൽ ലൈസൻസിലാണ്, അത് നമുക്ക് 1 ഇയറേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കിട്ടിയേക്കുന്ന ലേണേഴ്സിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് അടുത്ത ടെസ്റ്റ് എഴുതിയെടുത്താൽ മതി. ഞാൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇനി ചെന്ന് കഴിഞ്ഞ് എനിക്ക് ടെസ്റ്റ് എഴുതാം. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ഏപ്രിലാണ് പോയത്. ഒരു 3 മാസം കഴിഞ്ഞ് ലേണേഴ്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചു. ഒരിക്കലും അയർലൻഡിലൊക്കെ ജോലിക്ക് പോയി, അതും ഹോം കെയറിൽ നമുക്ക് അത്ര വലിയ, നമ്മൾക്ക് സാലറി ഇല്ലായ്കയില്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ആണെങ്കിലും വാടകയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു, സ്വന്തമായിട്ടൊരു കാറുണ്ടെങ്കിൽ ഈ വാടക വെറുതെ കൊടുത്തു പോകുന്നത് നമുക്ക് നഷ്ടം വരില്ലല്ലോ, ഒരു അസറ്റ് ആവുമല്ലോ, നമ്മൾ ലോണാണെങ്കിൽ അടയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ അസറ്റ് ആവുമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ എൻ്റെ എല്ലാ പേപ്പറുകളും ഒരു ഫയലിൻ്റെ അകത്ത് വെച്ചിട്ട്, പിള്ളേരുടെ പേപ്പറാണ്, ഹസ്ബൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സാണ്, എൻ്റെ ഡോക്യുമെൻറ്റ്സാണ്, അങ്ങനെ മാതാവിനോട് പറഞ്ഞ് മാതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാനായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എവിടെയൊക്കെ കടന്നു പോകുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം, എൻ്റെ കുടുംബം എവിടെയെല്ലാം കടന്നു പോകുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. തൈലം എടുത്ത ആ ഡോക്യുമെൻറ്റ്സിലും എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെല്ലാം ഞാനിങ്ങനെ, എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്കിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഫയൽ മാതാവിൻ്റെ മുൻപിൽ വെക്കാറ്. അപ്പോൾ എനിക്ക് ഈ ഒരു 5 മാസത്തിനുള്ളിൽ എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചു. ഇപ്പം ഞാൻ സ്വന്തം കാറിൽ സ്വന്തമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത്, മീൻസ് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് അപകടങ്ങളില്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് വരെ അവൻ എൻ്റെ കൂടെ, ഞാൻ പല പ്രാവശ്യം ഉടമ്പടി പുതുക്കി, ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. പക്ഷേ എനിക്ക് അവരെയും കൊണ്ട് വരാനായിട്ട് ഒന്നല്ലെങ്കിൽ ഒരു സാഹചര്യം, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞെങ്കിലും എനിക്ക് അവരുടെ അനുഗ്രഹങ്ങൾ പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവൻ 10th പഠിക്കുമ്പോൾ മോഡൽ എക്സാം വരെയൊക്കെ അവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എക്സാമൊക്കെ വരുമ്പോൾ അവന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ മോഡൽ എക്സാമിന് നല്ലോണം മാർക്ക് കുറവായിരുന്നു, 52% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് ഭയങ്കര ടെൻഷനായി. അവൻ എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ വരണം, അമ്മ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ജോലിക്ക്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ചെന്നു. ഞാനിതുപോലെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാം. അങ്ങനെ അവൻ അന്ന് തുടങ്ങിയിട്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട്, മാതാവിൻ്റെ ചെറിയ
ചെറിയൊരു ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ വെന്തിങ്ങ ധരിക്കും സ്ഥിരമായിട്ട്, മക്കൾ രണ്ടാളും വെന്തിങ്ങ ഇടും. വെന്തിങ്ങയിൽ മാതാവിൻ്റെ കാശുരൂപം ഇട്ട് കൊടുത്തു. എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് രാവിലത്തെ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. അങ്ങനെയൊക്കെ എക്സാമിന് പോയി. അവന് ടോപ്പ് 5 ഒരാളാവാൻ പറ്റി. 91.5% മാർക്കുണ്ടായിരുന്നു 10th. അതുപോലെ തന്നെ 12th ആയപ്പോഴും 12th ഫൈനൽ എക്സാമിൻ്റെ സമയത്തും അവന് ഇച്ചിരി ടെൻഷനൊക്കെ ആയിരുന്നു. കാരണം മാത്സ് അവന് ഭയങ്കര ടഫാണ്. ഇതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവന് സ്കൂൾ ടോപ്പറായിരുന്നു അവൻ 12th. അങ്ങനെ അവൻ്റെ 2 എക്സാംസിനും അവന് നല്ല മാർക്കോട് കൂടി എക്സാം പാസ്സാകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. അന്നും അവർ കാശുരൂപം കയ്യിൽ പിടിച്ച് അങ്ങനെ പോയാണ് അവർ എക്സാം എഴുതിയത്. ഞാൻ അവരുടെ പോക്കറ്റിൽ ഉപ്പിട്ട് കൊടുക്കും. ആ ഉപ്പ് അവർ കൊണ്ടുപോയി എക്സാം എഴുതുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. എന്നിട്ടാണ് അവർ എക്സാം എഴുതാനിരിക്കുന്നത്. മോളാണെങ്കിലും മോനാണെങ്കിലും ഇപ്പോൾ അവർക്ക് വിശുദ്ധിയിൽ വളരാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ 12th പഠിക്കുന്ന സമയത്ത് നമ്മുടെ JEE എക്സാമിന് കൊടുക്കേണ്ട സമയമായപ്പം അവന് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി. ആക്ച്വലി അവൻ്റെ ആംബിഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ്. പക്ഷേ അവന് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അത്ര അധികം എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ലെവലിൽ പോയാലും അങ്ങോട്ട് എത്താൻ പറ്റുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് എൻജിനീയറിംഗ് എടുക്കാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവൻ അതിന് വേണ്ടി കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ്റെ 10th സർട്ടിഫിക്കറ്റ്സ് കാണാനില്ല. അത് ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയത്ത് അവർ തന്നെയാണ് സർട്ടിഫിക്കറ്റ് അലമാരിയിൽ നിന്ന് എടുത്ത് സാധനങ്ങളെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചതൊക്കെ. പക്ഷെ തിരിച്ച് 2 ദിവസം മുൻപ് വരെ അവൻ സർട്ടിഫിക്കറ്റ് എടുത്ത്, കാരണം അവന് മാർക്കുള്ളതുകൊണ്ട് അവൻ ഇടയ്ക്ക് അതിൽ നോക്കിയിട്ട് ഓക്കെ എനിക്ക് മാർക്ക് കിട്ടിയിരുന്നു, എനിക്ക് പഠിച്ചാൽ കിട്ടും, മാതാവ് എന്നെ അനുഗ്രഹിക്കും, അങ്ങനെയൊക്കെ അവനിരുന്ന് പറയാറുണ്ട്. അങ്ങനെ 2 ദിവസം മുമ്പ് അവനിരുന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് എക്സാമിന് കൊടുക്കേണ്ട സമയത്ത് അക്ഷയയിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. പിന്നെ ടെൻഷനായി. എല്ലാവരും ഒരു 10-15 ദിവസം ഞങ്ങൾ 4 പേരും ആ വീടെല്ലാം പരിശോധിച്ചു. ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റർ വിളിച്ച് പറയുവാണ്, എന്തായാലും ഈ JEE എഴുതാൻ അവന് പറ്റിയില്ല, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നീറ്റിൻ്റെ വരുന്നതിന് മുൻപ് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാനൊന്ന് മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിനോട് പറയാം, ഞാൻ സിസ്റ്ററിനെ വിളിക്കാം, ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ വിളിക്കാം, എന്നിട്ട് അപേക്ഷിച്ചാൽ മതി, ഇപ്പോൾ വേണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ അവൻ്റെ അടുത്ത ചാൻസും കൂടി നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു, സാരമില്ല, എന്തായാലും മാതാവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല, അപ്പോൾ ഞാനൊന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം സിസ്റ്ററിനോട്, എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ നീയും പ്രാർത്ഥിക്കണം. അവൻ സ്കൂളിൽ പോവാണ്. അന്ന് 11:30, അതായത് അന്നൊരു ട്യൂസ്ഡേ നമ്മുടെ ധ്യാനം നടക്കുന്ന ദിവസമാണ്. 11:30 ധ്യാനം തുടങ്ങും. അപ്പോൾ ഞാൻ അവനോട് പറയാം, എനിക്കാണെങ്കിൽ 11:30 ഡ്യൂട്ടിക്ക് ഇറങ്ങിയാലാണ് അന്നൊരു ക്ലാസ് ഉണ്ട് 12 മണിക്ക്, അപ്പോൾ എനിക്ക് അതിന് കയറാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രസൻറ്റേഷനായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, 11:30 വരെ അമ്മ പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് സിസ്റ്ററിനെ വിളിച്ച് ഓൺ ദ വേയിൽ സിസ്റ്ററിനെ വിളിച്ച് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അമ്മ പോകും. സോ നീയും പ്രാർത്ഥിക്കും, നമുക്ക് മാതാവിനോട് ഡേറ്റും ടൈമും ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ട്യൂസ്ഡേ ഡേറ്റ് ഇട്ട് 11:30 ഒരു ടൈം ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു 11:15 വരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ജപമാല, അതേപോലെ എന്താ പറയുക, വിശ്വാസ പ്രമാണം ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അവസാനം ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ, ഇവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്, ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ പരീക്ഷിക്കരുത്, ഇതെൻ്റെ മക്കളുടെ വിശ്വാസത്തിനെ ബാധിക്കുന്നതാണ്. സോ അവർ കുഞ്ഞുങ്ങളാണ്, അവർക്കൊരു കുഞ്ഞു കാര്യം കിട്ടിയാലും ചിലപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് അമ്മ സഹായിക്കണം. ഇത് 11:30 ആ സമയത്തിനുള്ളിൽ അമ്മ എനിക്ക് കാണിച്ചു തന്നേ പറ്റുള്ളൂ. ഇതൊരു കുഞ്ഞു കുട്ടി അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണ പോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ കുളിക്കാൻ കയറിപ്പോയി. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചിറങ്ങി വരുമ്പോൾ ഞങ്ങൾ അന്ന് നോക്കിയ അതേ ഹാളിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കിയ അതേ സ്ഥലത്ത് ഏറ്റവും മുകളിലായിട്ട് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കവറിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുന്നു, ഫയലിലൊക്കെ വെച്ചിട്ട് വളരെ ഭദ്രമായിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റുകളും ഉണ്ട്. ഞാൻ അത്രയും നാൾ ഓർത്തിരുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെയും ഫയലിൻ്റെ അകത്തുണ്ടെന്നാണ്. പക്ഷേ ഇത് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആയിട്ട് അങ്ങനെ ഒരു ഫയൽ അവിടെ ഇരിക്കുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ കൃപാസന അമ്മ എനിക്കായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അത് ആ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം അത്ര ദിവസം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും അതേ സ്ഥലത്ത് തന്നെ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയ സ്ഥലത്തിരുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ സാധനം കിട്ടുന്നത്. അത് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ മോന് മാതാവ്, ഞാൻ
മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചത് വഴി മാതാവ് ചെയ്തു കൊടുത്തതാണ്. പിന്നെ അവസാനമായിട്ട് അവന് ഇപ്പം പിന്നീട് ഞങ്ങളൊരു പ്രൊഫസർ വഴി അറിയുകയാണ്, ഇങ്ങനെ ബയോടെക്നോളജി പഠിച്ചാൽ സയൻറ്റിസ്റ്റിലേക്ക് എത്താനായിട്ട് ഒരു റൂട്ട് ക്ലിയർ ആകും, അങ്ങനെ അറിയുകയാണ്. അത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിൽ നല്ലത് പുറത്ത് പഠിക്കുന്നതാണ്. പിന്നെ അവൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് അവന് സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അവനൊരു അണ്ടർ ഏജ് ആയിരുന്നു. അത് തുടക്കം തൊട്ടേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, കാരണം അവന് ഡിസംബറിലേക്ക് 18 years ആകത്തുള്ളൂ. അപ്പം എന്നിരുന്നാലും ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചിട്ട് അപേക്ഷ വെച്ചു. അവന് ഇൻ്റർവ്യൂ കോൾ വന്നു. അവന് ഇൻ്റർവ്യൂ എല്ലാം കിട്ടി, അഡ്മിഷനും ഒക്കെ ആയിട്ടുണ്ട്. അവൻ്റെ വിസ വന്നിട്ടില്ല. ഇന്ന് അവൻ ഇവിടെ വന്നത് അവൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അവൻ പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. അവന് വിസ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നു. കിട്ടിയാൽ അവൻ ഹംഗറിക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ അവൻ പോകും. ഇത്രയും അനുഗ്രഹങ്ങളാണ് മോനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിട്ടിയത് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ചാൽ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഒരു വലിയ ഇടവകയാണ്, 25 യൂണിറ്റുകളുള്ള ഒരു ഇടവകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, കൂടുതൽ വീടുകളായി, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു ഞങ്ങളുടെ യൂണിറ്റ്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ തീരെ കുടുംബങ്ങളില്ല, 18 കുടുംബമുള്ളൂ ഞങ്ങൾക്ക്. ബാക്കി ഫുൾ കുടുംബം അപ്പുറത്തെ യൂണിറ്റിലേക്ക് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ആവറേജ് ഫാമിലിയാണ്, അത്ര വലിയ ഹൈഫൈ ടീംസ് ആരുമില്ല. അപ്പം ഒരു പ്രവർത്തനങ്ങളും ഇല്ല, ഒന്നുമില്ല, ആരും ഇല്ല പ്രവർത്തിക്കാൻ. അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു യൂണിറ്റ്. അപ്പം എന്നെയാണ് സെക്രട്ടറി ആയിട്ട് അച്ഛൻ തീരുമാനിച്ചത്, എന്നോട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ എടുത്തപ്പോൾ ഞാൻ ആ പുതുക്കിയ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച വിഷയമാണ്, എനിക്കൊരു കഴിവുമില്ല, അമ്മ എന്നെ അനുവദിക്കുവാണെങ്കിൽ, അമ്മ എൻ്റെ കൂടെ ഈ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും എന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ ഞാൻ അങ്ങോട്ട് അയർലൻഡിന് പോകുന്ന അന്നാണ് ഞാൻ എൻ്റെ സെക്രട്ടറി സ്ഥാനം ഞാൻ വേറെ ആൾക്ക് കൈമാറിയത്. എന്നിട്ടും ഇന്നും ആ യൂണിറ്റ് ഞങ്ങളുടെ ഈ 25 യൂണിറ്റുള്ള ഇടവകയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളിൽ ഒന്നായിട്ട് പ്രവർത്തിക്കാൻ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞാൻ എന്നും ഓരോ യൂണിറ്റ് ഉണ്ടാകുന്ന ദിവസവും അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കും, എല്ലാവരും എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കും, അമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവും മീറ്റിങ്ങുകളിലേക്കൊക്കെ. അങ്ങനെ എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി ആ യൂണിറ്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ക്രൈസ്തവ മേഖലകളിൽ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മാതാവിനെ ചെറുപ്പം തൊട്ടേ അറിയുന്ന ആളാണ്. ഉടമ്പടിയിലായതിനു ശേഷം പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ശേഷം നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, അതേപോലെ നമ്മൾക്ക് തരുന്ന ആത്മീയ സന്തോഷങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഈവൻ നമ്മുടെ മലയാളികൾ പോലും നെറ്റ് തലയിലിട്ടിട്ടല്ല വിശുദ്ധ കുർബാന കൂടുന്നത്. അപ്പം എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഞാനപ്പോൾ പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ ദിവസമാണെങ്കിലും സൺഡേ ആണെങ്കിലും എന്ന് പള്ളിയിൽ പോയാലും ഞാൻ എൻ്റെ ഒരു നെറ്റ് വണ്ടിയിൽ വെച്ചേക്കുവാണ്. കാരണം എൻ്റെ ജോലി ഇതായതുകൊണ്ട് ഏത് കുർബാനയ്ക്ക് എവിടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഓൺ ദ വേയിൽ കാണുന്ന പള്ളിയിലായിരിക്കും കയറുന്നത്. ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത്, ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട്, അല്ലാതെ ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത് ആ പള്ളിയിൽ എനിക്ക് വിശുദ്ധ കുർബാനയുടെ സമയമാണെങ്കിൽ വിശുദ്ധ കുർബാന കൂടാൻ വേണ്ടി ഞാൻ ഈ നെറ്റ് ഒരെണ്ണം എൻ്റെ വണ്ടിയിൽ വെച്ചേക്കുക. അപ്പം ഞാൻ ഈ നെറ്റിട്ട് പള്ളിയിൽ കയറുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ് അയർലൻഡുകാർക്ക്. കാരണം അവർ ഇന്ത്യൻസിനെ കുറേ നാളുകൊണ്ട് കാണുന്നതാണ്, അവരാരും അങ്ങനെ ചെയ്ത് അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത്, ഐ ആം എ മരിയൻ മിഷണറി, ഞാനൊരു മരിയൻ മിഷണറിയാണ്. സോ നമ്മുടെ മാതാവിനെ നമ്മൾ ഇന്ന് വരെ ആ ഒരു തല കവർ ചെയ്തല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ നെറ്റിട്ട് വേണം പ്രാർത്ഥിക്കാൻ, വിശുദ്ധ ബലി അർപ്പിക്കാൻ എന്നാണ് നമ്മുടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പൂർവികർ വഴി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസം അത് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, പല ഗ്രൂപ്പുകളിൽ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ശരിക്കും അവർക്ക് മാതാവിനെ വീണ്ടും വീണ്ടും അവർക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നത്, പരിശുദ്ധ അമ്മേനെ. പിന്നെ ഞാൻ എനിക്ക് ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പത്രമൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാശ് രൂപം, പിന്നെ നമ്മുടെ കീ ചെയിൻ, ചെറിയ റോസറി അതൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓരോ ക്ലയൻസിൻ്റെ അടുത്തും ഞാൻ പോകുമ്പോഴും അവർക്ക് മാതാവിനെ ഇഷ്ടമാണെങ്കിലും ഇനി അവർക്ക് അറിയില്ല, അവർക്ക് മാതാവിനെ ഒത്തിരി ബഹുമാനിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് പറയുകയാണെങ്കിലും ഞാൻ പറയും, അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, ഇത് നിങ്ങൾക്കൊരു വെളിച്ചമാകട്ടെ, നിങ്ങളിത് കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ മാതാവിനോടൊന്ന് ഇൻ്റർസെഷൻ ചോദിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം എന്നറിയാം. എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ്, നേർച്ച വസ്തുക്കളാണ് ഞാൻ അവർക്കെല്ലാവർക്കും കൊടുക്കാറ്.
അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യക്കാരെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് എന്നെക്കൊണ്ടാകുന്ന സഹായങ്ങൾ അറിയാവുന്ന സിസ്റ്റേഴ്സിനോട് അച്ഛന്മാരോടൊക്കെ ചോദിച്ച് നമുക്ക് ഏതെങ്കിലും ഒരാളങ്ങനെ സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരിടും. വേറെ സംഘടനകൾ വഴിയൊക്കെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. ഇപ്പം ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതായത് എനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു സാലറിയിൽ നിന്ന് ദൈവം എനിക്കൊരു ഉയർച്ച തന്നപ്പോൾ അതിൽ നിന്നൊരു പങ്ക് ഞാൻ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. അതിനെനിക്ക് സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ, ഇനി ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ സാക്ഷി ഇവിടെ തീരില്ല. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന് അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറകളും എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഭൗതിക അനുഗ്രഹങ്ങൾക്കല്ല, എൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ, അതെനിക്ക് മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം 139:2 ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, സിലി ബിജുവിൻ്റെ ഇരിങ്ങാലക്കുടയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത്. ഉടമ്പടി നിയോഗങ്ങൾ 6 കൽഭരണിയിൽ, വിശ്വാസത്തിൻ്റെ കൽഭരണിയിൽ നിറച്ച് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ അത് പുതിയ വീഞ്ഞാക്കി മാറ്റിക്കൊടുത്തു. ഇതാണ് ഈ മോൾക്ക് കിട്ടിയ സാക്ഷ്യം. ആ പറയുന്ന സ്റ്റൈലുകൾ വളരെ അത്ഭുതകരമായ വാക്കുകളാണ്. തനിക്കൊരു ലൈസൻസ് വേണം. വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ വാഹനങ്ങൾ ഓടിച്ചു പോയാലേ പറ്റുള്ളൂ. കാര്യം വാടകയ്ക്ക് വാഹനം എടുത്താൽ ഒത്തിരി പൈസയാവും. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വാഹനം എടുക്കണം. അതിനാദ്യം ലൈസൻസ് വേണം. ലൈസൻസ് എടുക്കാനായിട്ട്, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ആ മോള് നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വാഹനത്തിലൊക്കെ കുരിശിടുകയും മരിയം മെഡൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് മാതാവിനോടൊരു വാക്ക് പറയുന്നുണ്ട്, അമ്മയായിരിക്കണം വണ്ടി ഓടിക്കാൻ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കുഞ്ഞാ, അമ്മയുടെ മുമ്പിൽ ഞാനൊരു കുഞ്ഞാണെന്ന് എളിമപ്പെടുകയാണ്. പരിശുദ്ധമ്മ അങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുത്തു നിന്നെല്ലാം വാങ്ങിയത്. ഇതാ കർത്താവിൻ്റെ ദാസി. അമ്മയ്ക്ക് എല്ലാ കാര്യവും ദൈവം ദാസിയായിട്ട് നിന്നപ്പോൾ ചെയ്തു കൊടുത്തതുപോലെ ഈ മോളും അമ്മയോട് പറയുകയാണ്, അമ്മയുടെ മടിയിൽ എന്നെ ഇരുത്തണം, എൻ്റെ മടിയിൽ അച്ഛൻ ഈശോ ഇരിക്കണം, ആ ഈശോ ആയിരിക്കണം ഡ്രൈവിങ് ചെയ്യാൻ. എന്ത് സുന്ദരമായ വാക്കുകളാണ്. മോള് പറയേ, ഞാനൊരു മരിയൻ മിഷ്യനാ, അമ്മയുടെ സ്വന്തം മോളാ. ഡ്രൈവിങ് ചെയ്തു, ലൈസൻസ് കിട്ടി. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അവിടെ ചെല്ലുമ്പോൾ കൊന്തയുമായിട്ടാണ് പോകുന്നത്. കാര്യം അവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൊന്ത എടുത്തിട്ട് ആ ഇൻ്റർവ്യൂ നടത്തുന്ന മേഡത്തിനോട് ചോദിക്കുക. മേഡം ഉടുത്തിരുന്ന സാരി പരിശുദ്ധ അമ്മയുടേതുപോലത്തെ സാരിയായിരുന്നു. അതുകൊണ്ട് അമ്മ ആ മോളോട് ചോദിച്ചു, ഞാൻ ഈ കൊന്ത ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ, ഞാനൊരു മരിയൻ പ്രേക്ഷിതയാണ്. അതാ മാതാവ് ഇടപെടുന്നത്. കൊണ്ടുപോയിക്കോളൂ. അവർക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, അത് കൊണ്ടുപോയിക്കോളൂ. അതിൻ്റെ ബലമാണ്, പരിശുദ്ധ അമ്മയുടെ ബലമാണ്, പരിശുദ്ധ ജപമാലയുടെ ശക്തിയാണ് അവർക്ക്. അമ്മ നിൽക്കുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധ ജപമാലയും. അമ്മ കൂടെ നിൽക്കുന്നത് പോലെ അവരെവിടെ പോയാലും അടയാളം കൊടുക്കുക, മഴവില്ല് കാണിച്ചു കൊടുക്കും. അമ്മ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് പ്രകാശം കാണിച്ചു കൊടുക്കും. അമ്മ അന്ധകാരമുള്ളിടത്ത് പ്രകാശമായിട്ട് കടന്നു വരും. അങ്ങനെ പ്രകാശം മഴവില്ല് കാണിച്ചു കൊടുക്കും. അമ്മയുടെ സാന്നിധ്യം മുല്ലപ്പൂവിൻ്റെ മണം സുഗന്ധാഭിഷേകം കൊടുക്കും. അവിടേക്ക് അമ്മയുടെ സാന്നിധ്യമാണ്. അപ്പോഴെങ്ങനെയാണ് മരിയം പ്രേക്ഷിതയാകാതിരിക്കുക? അവർ പറയുന്നതനുസരിച്ച് അമ്മയും പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം തൻ്റെ മോൻ
10ാം ക്ലാസ് മുതൽ ഇപ്പോൾ ടോപ്പറായിരിക്കുക, പഠിച്ചു ജയിച്ചു. തൻ്റെ മക്കൾ ഉയരണമെന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുത്ത നിയോഗത്തിൽ പറഞ്ഞിരുന്നത്. അമ്മ ഓരോ കാര്യങ്ങളും പുതിയ പുതിയ വീഞ്ഞാക്കി മാറ്റുകയാണ്. തൻ്റെ മകനെയും വിജയിപ്പിച്ചു. അവനും ഇന്ന് നല്ല നിലയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിനുശേഷം കാർ വേണമെന്ന് പറഞ്ഞു. കാറും അമ്മ മാതാവ് നൽകി. വീണ്ടും ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നതനുസരിച്ച് അമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം ദേവാലയത്തിൽ ദിവ്യബലിക്ക് പോയപ്പോൾ ഉണ്ടായ അനുഭവം, നെറ്റ് തലയിലിട്ടുകൊണ്ട് വേണം പോകാൻ. കാര്യം നമ്മളുടെ പാരമ്പര്യം അതാണ്. യേശുവിനെ സ്വീകരിക്കാൻ പോകുമ്പോൾ തലയിൽ നമ്മൾ മുണ്ടിട്ട് അത് നെറ്റിട്ടുകൊണ്ടാണ് പോകാറുള്ളത്. വചനം വായിക്കുമ്പോൾ നമ്മൾ നെറ്റിടാറുണ്ട്. കാര്യം യേശുവിൻ്റെ വചനമാണ് നമ്മൾ വായിക്കുന്നത്. അത് അഭിഷേകത്തോടു കൂടി വായിക്കാനാണ് നമ്മൾ ആ ഭക്തി കാണിക്കുന്നത്. അതാണ് ദേവാലയത്തിൽ ചെന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചെന്നപ്പോൾ ഒരു വ്യക്തി അവിടെ ചോദിക്കുകയാണ് ആ മോളോട്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തലയിൽ ഈ നെറ്റിട്ടുണ്ട് വരുന്നത്? അതാണ് ഞങ്ങളുടെ വിശ്വാസം. അമ്മയുടെ തലയിൽ എപ്പോഴും തുണിയുണ്ടാകുമായിരുന്നു. ശിരോവസ്ത്രം അണിഞ്ഞ് വേണം വചനം വായിക്കാനെന്ന് നമ്മളോട് വചനത്തിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. അത് അവിടെയെല്ലാം അവരങ്ങനെ ഇട്ട് ശീലിച്ചിട്ടില്ല. ഈ മോളുടെ കണ്ടിട്ട് പ്രത്യേകതയുള്ളതാക്കി മാറ്റി. അതാണ് അമ്മ മാതാവിൻ്റെ ഇടപെടൽ. അവിടെയും അമ്മയെക്കുറിച്ചാണ് ഈ മോള് പറയുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിലൂടെയാണ് അവർക്ക് നൽകിയത്. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം കൊടുക്കുന്നത് പോലെ തന്നെയാണ്. ഇവിടെ നിന്ന് ചെറിയ കാശുരൂപം വാങ്ങി, റോസറി വാങ്ങി, തേനും ഉപ്പും വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അമ്മയെ അറിയിക്കുകയാണ്, ഉടമ്പടിയെ അറിയിക്കുകയാണ്. ഇതാണ് മിഷൻ പ്രവർത്തനം. പത്രം കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക. അച്ഛൻ്റെ ഒത്തിരി ബുക്കുകളുണ്ട്, നിങ്ങൾക്കതെല്ലാം വാങ്ങിക്കൊടുക്കാം. അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് കൊടുക്കുന്നത് കൊണ്ട് അതിൽ അച്ഛൻ്റെ ജീവചരിത്രങ്ങളുണ്ട്, അച്ഛൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്, അതിൽ മരിയൻ മിഷനുണ്ട്. എന്ത് വേണമെങ്കിലും വായിക്കാം നിങ്ങൾക്ക്. അങ്ങനെയുള്ള ബുക്കുകളും വാങ്ങി നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാം. ഇതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഇത് 3ാമത്തെ സാക്ഷ്യമാണെന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ സാക്ഷ്യത്തിൻ്റെ തിരകളാണ് ഈ മകളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. സാക്ഷ്യം എത്ര പറഞ്ഞാലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നല്ലതാണ്. ഈശോ ചോദിക്കും, 10 പേരെയല്ലേ ഞാൻ സുഖപ്പെടുത്തിയത്? അത് ചോദിക്കാൻ ഇട വരുത്തരുത്. ഒരാൾ മാത്രമല്ലേ വന്ന് നന്ദി പറഞ്ഞുള്ളൂ. ദൈവം ഓരോ നിമിഷവും കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ കാത്തു പരിപാലിച്ചിട്ട് അതിന് നന്ദി പറയാൻ മടിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈശോ നന്ദി ചോദിക്കും. ഞാൻ നിങ്ങളെ സഹായിച്ചിട്ട് നിങ്ങൾക്കൊരു വാക്കുകൊണ്ട് പോലും എനിക്ക് നന്ദി പറയാൻ ഇരുന്നല്ലോ എന്ന്. അതുകൊണ്ട് കഴിവതും എത്രയും വേഗം നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറായിരിക്കണം.